ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ തേർഡ് സെമസ്റ്ററിലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് മാസ് ആക്ഷൻ ലോ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ലോ ആണ്, ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. ഈ ലോ ക്ലിയർ ആയാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സബ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്, ഡെറിവേഷൻസ് വരുന്നുണ്ട്, നമുക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ സിലബസിനകത്ത്. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഫെർമി ലെവല്, അതിന് ഡിസ്ട്രിബ്യൂഷൻ, ഡെറിവേഷൻ, ദെൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ, ഈ ഡെറിവേഷനും അതോടെ ബന്ധപ്പെട്ട പ്രോബ്ലംസും എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ ആ പറഞ്ഞ ഡെറിവേഷനും പ്രോബ്ലം ഒക്കെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാസ് ആക്ഷൻ ലോ. ഇതൊരു വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ആ മാസ് ആക്ഷൻ ലോ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലോ? ഏതൊക്കെയാ? എന്താണ് സെമി കണ്ടക്ടർ? ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന തന്നെ ആയിരിക്കും. ഏതൊക്കെ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, ഏതൊക്കെ ഇമ്പ്യൂരിറ്റി ആറ്റം ആണ് നമ്മൾ എന്നിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്, ദെൻ ഏതൊക്കെ ഇമ്പോർട്ടന്റ് വേരിയബിൾസ് നമ്മൾ കൺസിഡർ ചെയ്യണം, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തന്നെ അതിന് മാസ് ആക്ഷൻ ലോ എന്ന് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ആലോചിക്കാം, നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ ആണ്. ഇപ്പോൾ ഓൾറെഡി ബേസിക് ആണ്, നമ്മൾ പ്ലസ് ടുവിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ അതിന്റെ ടൈപ്സ് ഒക്കെ പറയണേ. അപ്പൊ മെയിൻലി ഉള്ളത് 2 ടൈപ്സ് ആണുള്ളത്. ഇൻട്രൻസിക്കും ഉണ്ട്, എക്സ്ട്രൻസിക്കും ഉണ്ട്. ആ എക്സ്ട്രൻസിക് തന്നെ അഗൈൻ ഒരു സബ് ക്ലാസിഫിക്കേഷനും ഉണ്ട്. എൻ ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്. അപ്പൊ ജനറൽ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻട്രൻസിക്, എൻ ടൈപ്പ്, പി ടൈപ്പ്. ഓക്കെ, എന്തായിരിക്കും ഇൻട്രൻസിക്? ഇൻട്രൻസിക് മീൻസ് പ്യുവർ സെമി കണ്ടക്ടർ. എന്ന് വെച്ചാൽ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം. ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ 4th ഗ്രൂപ്പ് എലമെന്റ് ആണ് നമ്മുടെ ഈ പറഞ്ഞ സെമി കണ്ടക്ടർ. ഓക്കെ, സെമി കണ്ടക്ടർ പറയാൻ കാരണം എന്താ? സെമി കണ്ടക്ടർ. എന്തുകൊണ്ടാണ്? കണ്ടക്ടറിന്റെ സെമി ഫുൾ കണ്ടക്ടർ അല്ല, ഹാഫ് കണ്ടക്ടർ ആണ്. അത് സെമി കണ്ടക്ടർ. ദാറ്റ് മീൻസ് അതിന്റെ കണ്ടക്ടിവിറ്റി ഒരിക്കലും ഈക്വൽ ടു കണ്ടക്ടർ അല്ല, ബട്ട് അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സെമി കണ്ടക്ടറിന്റെ ഒരു പെക്യുലാരിറ്റി എന്താണ്? വി ക്യാൻ അഡ്ജസ്റ്റ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ. സോ അങ്ങനെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡയോഡും ട്രാൻസിസ്റ്ററും എല്ലാം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ യൂസ് ചെയ്യാനുള്ള കാരണം. ആ പറഞ്ഞ സെമി കണ്ടക്ടറിൽ ഉറപ്പാണ് നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ കെമിസ്ട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, കുറെ എലമെന്റ്സ് ഇല്ലേ? അല്ലെ 4th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ സെമി കണ്ടക്ടർ എന്ന പ്രോപ്പർട്ടിയിലേക്ക് യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, സോ യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് വരുന്ന 4th ഗ്രൂപ്പ് എലമെന്റ് ആണ് സിലിക്കണും ജെർമേനിയും ഒക്കെ. ക്ലിയർ? അപ്പൊ സിലിക്കണും ജെർമേനിയും എന്താണ്? ഒരു സെമി കണ്ടക്ടർ ആണ്, അത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അല്ലെങ്കിൽ വേറെ ഒരു ഇമ്പ്യൂരിറ്റി ആറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്യുവർ ആയിരിക്കില്ല. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എക്സ്ട്രൻസിക് എന്ന് വിളിക്കും, ഇൻട്രൻസിക് ആയിരിക്കില്ല. അപ്പോൾ പ്യുവർ സെമി കണ്ടക്ടർ എന്താണ്? ഒരു ഇൻട്രൻസിക് ആണ്. ഇവിടെ ആ പറഞ്ഞ സെമി കണ്ടക്ടർ ആറ്റം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ക്ലിയർ അല്ലേ? ദെൻ ആ കേസിൽ ഡോപ്പിംഗ് ഇല്ല. ഡോപ്പിംഗ് എന്തായിരിക്കും അറിയാമല്ലോ? നമ്മൾ ഈ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്ന പേരാണ് ദ പ്രോസസ് ഓഫ് ആഡിങ് ദ ഇമ്പ്യൂരിറ്റി ആറ്റം ടു എ പ്യുവർ സെമി കണ്ടക്ടർ. ദാറ്റ് വി കോൾഡ് ആസ് ഡോപ്പിംഗ്. ഇപ്പൊ പ്യുവർ സെമി കണ്ടക്ടർ എന്തായിരിക്കും? ഡോപ്പിംഗ് ഉണ്ടായിരിക്കില്ല. സോ ഡോപ്പിംഗ് നണ്ണായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ഇമ്പ്യൂരിറ്റി ആറ്റം? ഒരു ആറ്റോടെ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നില്ല, സോ അതും നണ്ണായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് മജോറിറ്റി കാരിയർ ആൻഡ് മൈനോറിറ്റി കാരിയർ? ഈ കാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെ കാരിയർ? എന്തോ ട്രാവൽ ചെയ്യുന്നത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് കാരിയർ എന്ന് പറയാൻ കാരണം. ചാർജ് ക്യാരി ചെയ്യുന്ന എന്താണോ ദാറ്റ് ഇസ് എ കാരിയർ. ഏതൊക്കെ ചാർജ് കാരിയർ ഉണ്ട്? നമുക്ക് ഇലക്ട്രോണും ഉണ്ട്, ഹോളും ഉണ്ട്. സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണും ഉണ്ട്, ഹോളും ഉണ്ട്. ഇലക്ട്രോൺ മീൻസ് നെഗറ്റീവ് ചാർജ് കാരിയർ ആണ്, ഹോൾ പോസിറ്റീവ് ചാർജ് കാരിയർ ആണ്. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി, വേക്കൻസി, അതിന് വിളിക്കുന്ന പേരാണ് ഹോള്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ, ഹോള്, അതിന്റെ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുമല്ലോ? നമ്പർ ഓഫ് കാരിയർ പെർ സെന്റിമീറ്റർ ക്യൂബ് പെർ വോളിയം, അതാണ് കോൺസെൻട്രേഷൻ. പിന്നെ ആ കോൺസെൻട്രേഷൻ വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കട്ടോ, എന്താ കോൺസെൻട്രേഷൻ? നമ്പർ പെർ വോളിയം. ഒരു വോളിയത്തിൽ എത്ര നമ്പർ ഉണ്ട്, അതാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ മജോറിറ്റി ഉണ്ട്, മൈനോറിറ്റി ഉണ്ട്. മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതൽ ആൾക്കാർ, ഇത്രേ ഉള്ളൂ. ഇൻട്രൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ മജോറിറ്റി മൈനോറിറ്റി ഡിഫറൻസ് ഇല്ല. ഇലക്ട്രോണും ഹോളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഓർത്തിരിക്കാൻ എളുപ്പവഴി പറയാം. ഒരു ക്ലാസ് റൂം എടുക്കുക. ആ ക്ലാസ് റൂമിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്, കറസ്പോണ്ടിങ് 50 ചെയേഴ്സും ഉണ്ടെന്ന് വിചാരിക്കുക. 50 സ്റ്റുഡൻസും ഉണ്ട്. ആ സ്റ്റുഡൻസിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 സ്റ്റേറ്റ്സും ഉണ്ടെന്ന് എഴുതുക, എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. ക്ലിയർ? സോ ഒരു ക്ലാസ്സിൽ ഇരിക്കുവാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അത് ഫ്രീസ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ആ പറയുന്ന 50 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ വാർത്തിരിക്കുക ഒരു 50 ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 50 സ്റ്റുഡൻസ് മീൻസ് 50 ഇലക്ട്രോൺ. അപ്പൊ 50 ഇലക്ട്രോൺ ലോക്ക് ആയിട്ടിരിക്കുവാണ്, അനങ്ങാൻ പറ്റുന്നില്ല, ഒരു കാരിയർ കണ്ടക്ടിവിറ്റി ഇല്ല. ഇലക്ട്രോൺ മൂവ് ചെയ്താൽ മാത്രമേ കണ്ടക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, കാരണം ചാർജ് ക്യാരി ചെയ്യണ്ടേ. അപ്പൊ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം കസേര ഇരിക്കുവാണ്. ഓക്കെ, പക്ഷെ ഞാൻ പയ്യെ ടെമ്പറേച്ചർ അങ്ങ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ലൈറ്റ് ഫോളോ ചെയ്തു, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റും, എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സൈറ്റ് ചെയ്തപ്പോൾ ഈ കസേരയിലുള്ള ഇലക്ട്രോണിന് എനർജി കിട്ടി, അതിന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റി. എങ്ങോട്ട് പോകാൻ പറ്റി? ഫ്രീ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റി. അപ്പൊ ഗ്രൗണ്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അവൻ ഫ്രീ ആവുന്ന മീനിങ് ഓർത്തിരിക്കട്ടോ. അപ്പൊ ഇലക്ട്രോൺ ഫ്രീ ആയ ഗ്രൗണ്ടിലേക്ക് പോകും.
ഇപ്പൊ ഗ്രൗണ്ടിലുള്ള ഇലക്ട്രോൺ ആരൊക്കെയാണ്? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺ ആണ് കണ്ടക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ. അപ്പൊ ഈ പറയുന്ന ഇൻട്രസ്റ്റിന്റെ കേസിൽ 50 ചെയേഴ്സും ഉണ്ട്, 50 ഇലക്ട്രോൺസും ഉണ്ട്, അല്ലെങ്കിൽ 50 സ്റ്റുഡൻസും ഉണ്ട്. ക്ലിയർ. അപ്പൊ എനർജി കിട്ടി പുറത്തേക്ക് പോയി. ഫോർ എക്സാമ്പിൾ ഒരു 10 ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്ന വരിക, ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ്. വാക്ക് ഓർത്തിരിക്കട്ടോ. ഇപ്പൊ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡും ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡും ആണ്. ഇലക്ട്രോൺ ഫ്രീ ആയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? കണ്ടക്ഷൻ ബാൻഡിൽ പോകും. കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺ എന്താണ്? ഫ്രീ ഇലക്ട്രോണാ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതിന്റെ എനർജി എന്താണ്? ക്ലാസ് റൂമിനേക്കാൾ എനർജി കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബാൻഡാരം വരയ്ക്കുമ്പോൾ മുകളിൽ വരയ്ക്കാറില്ലേ? എന്തുകൊണ്ടാ? അവർക്ക് എനർജി കൂടുതലായതുകൊണ്ടാണ് കണ്ടക്ഷൻ പോയിന്റ് വാലൻസ് ബാൻഡിനേക്കാളും ടോപ്പിൽ വരയ്ക്കാനുള്ള കാരണം. കാരണം എനർജി ബാൻഡ് ഡയറമാണ്. ബാൻഡ് ഡയറം എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ലെവലിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ലൈൻ വരയ്ക്കുന്നു. അതാണ് എനർജി ബാൻഡ് ഡയർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ. അപ്പൊ ഈ പറയുന്ന ഇൻട്രസ്റ്റിന്റെ കേസിൽ എത്ര ഇലക്ട്രോൺ ആണ് പുറത്തേക്ക് പോകുന്നത്? അത്ര ഇലക്ട്രോൺ ഗ്രൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ 10 ഇലക്ട്രോൺ പുറത്തേക്ക് പോയി ഗ്രൗണ്ടിൽ ഉണ്ടെന്ന് കരുതുക, എന്നുവെച്ചാൽ കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടെന്ന് കരുതുക. അപ്പൊ റിമൈനിങ് ക്ലാസ് റൂമിൽ എന്തുണ്ടാവും? ആലോചിച്ച് നോക്കി. 10 പുറത്തേക്ക് പോയി, ബാക്കി എന്തുണ്ടാവുന്നത്? ഒരു 10 വേക്കൻസി ഉണ്ടാവൂലേ? അല്ലെ, വേക്കൻറ്റ് ചെയേഴ്സ് ഉണ്ടാവൂലടാ. ആ വേക്കൻറ്റ് ചെയേഴ്സ് എന്ന് പറയുന്ന പേരാണ് ഹോള്. ഇലക്ട്രോൺ പുറത്തേക്ക് പോയി, ഇലക്ട്രോണിന്റെ ഒരു വേക്കൻസി ആണ് നമ്മൾ ഹോൾ എന്ന് പറഞ്ഞാൽ. ഒരു 10 വേക്കൻറ്റ് ചെയേഴ്സ് ക്ലാസ്സിലുണ്ടായി, 10 ഇലക്ട്രോൺസ് ഗ്രൗണ്ടിലും ഉണ്ടായി. ഇപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വേക്കൻറ്റ് ചെയേഴ്സ് ഇൻ ദ ക്ലാസ് റൂം ആയിരിക്കില്ലേ? അല്ലേ? അപ്പൊ ഈ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾ ഇൻ ദ ക്ലാസ് റൂം. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ഹോൾ കോൺസെൻട്രേഷൻ ആണ് എവിടെ? ഇൻട്രിൻസിക്കില്. അപ്പൊ അവിടെ രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് രണ്ടിനും നമുക്ക് രണ്ടുപേരും മജോറിറ്റി ആണെന്ന് പറയാം. സോ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഹോൾ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് ആണ്, ക്ലാസ് റൂം വാലൻസ് ബാൻഡ് ആണ്. ക്ലാസ് റൂമിനകത്ത് ഒരു 10 വേക്കൻറ്റ് ചെയേഴ്സ് വന്നു, 10 ഹോൾ വന്നു. അപ്പൊ 10 ഹോൾ ഇൻ ദ വാലൻസ് ബാൻഡ് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. രണ്ടും സെയിം ആണ്. ക്ലിയർ. അടുത്ത് നോക്കിയേ, എൻ ടൈപ്പ്. എൻ ടൈപ്പ് എന്താ? എൻ ടൈപ്പ് മീൻസ് എൻ ടൈപ്പ്, കൂടുതൽ ഇലക്ട്രോൺ ടൈപ്പ് ആവണം, മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവണം. അപ്പൊ ഒരു പ്യൂർ സെമി കണ്ടക്ടറിൽ ഹോളും ഇലക്ട്രോണും സെയിം ആണ്. അതിന് പകരം എനിക്ക് ഇലക്ട്രോൺ എണ്ണം കൂട്ടണം, മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മോർ നമ്പർ ഓഫ് ആറ്റംസ് ആഡ് ചെയ്യണം, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണം. ഓക്കെ, ഫോറിൻ പാർട്ടിക്കിൾ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് അതിൽ ഇതൊരു ഡോപ്പിംഗ് ആണ്. അപ്പൊ ഡോപ്പിംഗ് ഉണ്ടോ? ഡോപ്പിംഗ് ഉണ്ട്. ദെൻ ഏത് ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആറ്റം ഞാൻ ആഡ് ചെയ്യണം? അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യാം. ഇത് ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ പ്യൂർ സെമി കണ്ടക്ടർ ഏതാ? 4th ഗ്രൂപ്പ് അല്ലേ? അപ്പൊ ആ 4th ഗ്രൂപ്പിലേക്ക് ഇലക്ട്രോൺ കൂടുതലുള്ള 5th ഗ്രൂപ്പ് എലമെന്റ് ആഡ് ചെയ്താൽ മാത്രമേ മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തു. അത് ഏതൊക്കെ പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം ഉണ്ട്? ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിലെ എല്ലാ 5th ഗ്രൂപ്പ് എലമെന്റ് ആലോചിച്ച് നോക്കി. അവരൊക്കെയാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റി ആറ്റംസ്. ഇവര് കാരണമാണ് നമുക്ക് എൻ ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റണേ. ഒരു പ്യൂർ സെമി കണ്ടക്ടറിലേക്ക് ഈ പറഞ്ഞ 5th ഗ്രൂപ്പ് എലമെന്റ് ആറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ 50 ചെയേഴ്സും 50 സ്റ്റുഡൻസും പറഞ്ഞില്ലേ? അതിലേക്ക് എക്സ്ട്രാ നമ്മൾ കുറച്ച് ഒരു 10 സ്റ്റുഡൻസും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു. 10 ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്ത് കരുതുക. ഈ 10 ഇമ്പ്യൂരിറ്റി ആറ്റത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റ. ഇവരെന്തുവാ? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 5 ഇലക്ട്രോൺസിൽ 4 ഇലക്ട്രോൺസ് മാത്രമേ സിലിക്കോ ആറ്റമായിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്യുള്ളൂ. റിമൈനിങ് ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവൂലേ? ആ ഇലക്ട്രോൺ എന്താ? ബോണ്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ബോണ്ട് മേക്ക് ചെയ്തിട്ടില്ല, ബോണ്ടിലല്ല. അപ്പൊ കുറച്ചും കൂടെ എന്താണ്? കുറച്ചും കൂടെ ആറ്റത്തുമായിട്ട് ലൂസിലി ബൈൻഡ് ചെയ്തേക്കുവാണ്, ഒരു ബോണ്ടിലൊന്നുമില്ല. അപ്പൊ അതിനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ എളുപ്പവഴി അറിയാം. ഒരു 10 ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഒരു ക്ലാസ് റൂമിനകത്തല്ല ഇരിക്കുന്നത്, വരാന്തേ നിൽക്കുവാന്ന് കരുതുക. വരാന്തേ നിൽക്കുന്നുണ്ട് 10 ഇലക്ട്രോൺ. അവർ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ പറഞ്ഞ ജനലിക്കട്ടെ ടീച്ചറെ നോക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആറ്റവുമായിട്ട് ഒരു കണക്ഷൻ അവർക്കുണ്ട്, ഫ്രീ അല്ല. അറ്റ് T=0 കെൽവിനിൽ ലോവർ ടെമ്പറേച്ചറിൽ ഒരു എനർജി ഒന്നുമില്ലെങ്കിൽ 10 ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 10 പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺ വരാന്തയിൽ ഉണ്ടാവും. ബാക്കി റിമൈനിങ് 50 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്, ചെയറിലിരിക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പയ്യെ ടെമ്പറേച്ചർ അങ്ങ് ഇമ്പ്രൂവ് ചെയ്തു, ടെമ്പറേച്ചർ ആഡ് ചെയ്തു. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ ഉപയോഗിക്കും ഇലക്ട്രോൺ എനർജി കിട്ടി ഫ്രീ ആവും. പക്ഷെ ഈ പറയുന്ന ആ വരാന്തിരിക്കുന്ന 10 ഇലക്ട്രോണിന് കുറച്ച് എനർജി കിട്ടിയാൽ മതി, അവർ ഫ്രീ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് പോകും. ഓക്കെ, കാരണം അവർ ബോണ്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഒരു ലോ ടെമ്പറേച്ചറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറിൽ വരാന്തിരിക്കുന്ന ഇലക്ട്രോൺ ആയിരിക്കും ചാടി എങ്ങോട്ട് പോണേ? ഗ്രൗണ്ടിലേക്ക് പോണേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ 10 ഇലക്ട്രോൺ എനർജി കിട്ടി ഗ്രൗണ്ടിലേക്ക് പോയിന്ന് കരുതുക. ക്ലാസ് റൂമിൽ നിന്ന് ആരും പോയിട്ടില്ല. അപ്പൊ ഗ്രൗണ്ടിൽ ഇപ്പൊ എത്ര പേരുണ്ട്? 10 ഇലക്ട്രോൺ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ്. മാറിപ്പോയല്ലേ? അപ്പൊ 10 ഇലക്ട്രോൺ എവിടെയുണ്ട്? കണ്ടക്ഷൻ ബാൻഡിലുണ്ട്. ഈ പറയുന്ന ക്ലാസ്സിൽ എത്ര വേക്കൻറ്റ് ചെയേഴ്സ് ഉണ്ട്? 0 വേക്കൻസി. ഒരാൾ പോലും ക്ലാസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ അതിന്റെ മീനിങ് എന്താ? കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഈസ് ഹയർ ദാൻ വാലൻസ് ബാൻഡിലുള്ള ഹോള്. സോ ദാറ്റ് മീൻസ്
ഇവിടെ എൻ ടൈപ്പിന്റെ കേസിൽ മജോറിറ്റി ആരാണ്? ഇലക്ട്രോൺ ആണ്, മൈനോറിറ്റി ഹോൾ ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് നമ്മളെ പി ടൈപ്പ്. അപ്പൊ പി ടൈപ്പ് എന്താ? പി മീൻസ് ഹോൾ ആണ്, വേക്കൻസി കൂടുതൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വേക്കൻസി കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്യൂർ സെമി കണ്ടക്ടറിലേക്ക് ഞാൻ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യും. ഇലക്ട്രോൺ എണ്ണം കുറവുള്ളത് ഫോർത്ത് ഗ്രൂപ്പാണ് നമ്മുടെ ബേസ്, മിഡിൽ നമ്മുടെ സെമി കണ്ടക്ടർ. അതിലേക്ക് എണ്ണം കുറവുള്ള തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആയ നമ്മൾ ഈ പറഞ്ഞ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആ പറഞ്ഞ ആറ്റംസ് ഏതെങ്കിലും ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ ഒരു കുറവുണ്ടാവും. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? 50 സ്റ്റുഡൻസ് ഉണ്ട്, 50 ചെയർസും ഇല്ലേ? എല്ലാവരും ക്ലാസ്സിൽ ഇരിക്കുമല്ലേ? ആ ക്ലാസ്സിലേക്ക് എക്സ്ട്രാ ഞാനൊരു 10 ചെയർ കൂടെ കൊണ്ടിട്ടു. 10 വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ? 10 ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തിട്ട് ഒരു 10 വേക്കൻസി കൊണ്ട് ആഡ് ചെയ്ത് വെച്ചു. വേക്കൻസി എന്തുവാ? 10 വേക്കൻറ്റ് ചെയേഴ്സ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിനകത്ത് എത്രയുണ്ട്? ക്ലാസ്സിനകത്ത് 50 ചെയേഴ്സ് ഉണ്ട്, 60 ചെയേഴ്സ് ഉണ്ട്. കറക്റ്റ്, 60 ചെയേഴ്സ് ഉണ്ട്. പക്ഷെ 50 സ്റ്റുഡൻസേ ഉള്ളൂ, അല്ലെങ്കിൽ 50 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, 10 ചെയേഴ്സിന്റെ വേക്കൻസി വന്നില്ലേ? 10 ചെയേഴ്സിന്റെ വേക്കൻസി വന്നു. അപ്പോൾ ഉറപ്പായിട്ടും സംഭവിക്കും, ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന 50 ചെയേഴ്സ് ഇരിക്കുന്ന ഇലക്ട്രോണിന് അടുത്ത ചെയറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കസരകളി മാറി മാറി ഇരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാവും ഒരു ഇലക്ട്രോൺ മൂവ്മെന്റ് ഉണ്ടാവൂലേ? അങ്ങനെയാണ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ മൂവ്മെന്റ് കൊണ്ടാണ് പി ടൈപ്പിൽ നമ്മൾ കണ്ടക്ടിവിറ്റി ക്രിയേറ്റ് ആവണേ. മനസ്സിലായോ? എൻ ടൈപ്പ് ആകുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിലാണ്, ഗ്രൗണ്ടിലുള്ള കളിയായിരുന്നു. പക്ഷേ പി ടൈപ്പ് ആകുമ്പോൾ ക്ലാസ്സിലുള്ള കളിയാണ്. ഓക്കെ, അപ്പൊ ഈ കേസ് എന്താണ്? ഇപ്പൊ മേ ബി ക്ലാസ്സിലേക്ക് എനർജി കുറച്ചുകൂടെ കൂട്ടി മേ ബി ക്ലാസ്സിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റുന്ന എഴുതുക. ഓക്കെ, ഒരു 2 കുട്ടികൾ ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പൊ ഗ്രൗണ്ടിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ക്ലാസ്സിൽ എത്ര വേക്കൻറ്റ് ചെയർ ഉണ്ടാവും? ഓൾറെഡി 10 വേക്കൻസി ഉണ്ട്. അതിനോട് ഇപ്പൊ 2 പേര് പുറത്തേക്ക് പോയില്ലേ? എന്നുണ്ടാവും 12 വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഗ്രൗണ്ടിൽ 2 ഇലക്ട്രോണും ക്ലാസ്സിൽ 12 ഹോളും. അപ്പൊ പി ടൈപ്പിൽ ആരാ മജോറിറ്റി? ഹോൾ ആയിരിക്കും. അപ്പൊ ഹോൾ മജോറിറ്റി, ഇലക്ട്രോൺ മൈനോറിറ്റി. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അടുത്ത് വേണ്ടത് ജസ്റ്റ് കുറച്ച് ബേസിക് വേരിയബിൾസ് ആണ്. ഇത് ക്ലിയർ ആയാൽ മാത്രമേ മാസ് ആക്ഷൻ ലോ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് വേണ്ടിയിട്ട് കുറച്ച് വേരിയബിൾസ് പറയുവാണ്. Ni എന്ന് പറഞ്ഞാൽ N മീൻസ് ഇലക്ട്രോൺ, I മീൻസ് ഇൻട്രിൻസിക് കാരിയർ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ, ദാറ്റ് മീൻസ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ഇവിടെ നിന്ന് പറഞ്ഞാൽ കാരിയർ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇൻട്രിൻസിന്റെ കേസിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു ഹോൾ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇലക്ട്രോൺ ഓർ ഹോൾ ജനറലി കാരിയർ എന്ന് പറയാം. സോ ഇസ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ഓർത്തിരിക്കുക, യൂണിറ്റ് എന്താ? പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓർത്തിരിക്കുക, കോൺസെൻട്രേഷൻ മീൻസ് നമ്പർ ഓഫ് കാരിയർ പെർ വോളിയം, പെർ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അങ്ങനെയാണ് N0 എന്തായിരിക്കും? നോക്കി, N മീൻസ് ഇലക്ട്രോൺ, 0 എന്താ? 0 മീൻസ് തെർമൽ ഇക്വിലിബ്രിയം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഇലക്ട്രോണിന്റെ കൗണ്ട്, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആറ്റ് തെർമൽ ഇക്വിലിബ്രിയം. സെയിം യൂണിറ്റ് ആട്ടോ. P0 എന്തായിരിക്കും? ഹോൾ കോൺസെൻട്രേഷൻ ആറ്റ് തെർമൽ ഇക്വിലിബ്രിയം. ക്ലിയർ? ദെൻ ND എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ, ND എന്താണ്? D മീൻസ് ഡോണർ ആറ്റം. അപ്പൊ ക്യാപിറ്റൽ ND എന്തായിരിക്കും? ഡോണർ ആറ്റം കോൺസെൻട്രേഷൻ. എത്ര ഡോണർ ആറ്റമാണ് നിങ്ങൾ ആഡ് ചെയ്തത്, അതിന്റെ കോൺസെൻട്രേഷൻ. സോ ഡോണർ ആറ്റം കോൺസെൻട്രേഷൻ. ദെൻ Na എന്തായിരിക്കും? അക്സെപ്റ്റർ ആറ്റം കോൺസെൻട്രേഷൻ. അക്സെപ്റ്റർ ആറ്റില്ലേ നമ്മുടെ ട്രൈവാലന്റ് ആറ്റം, ആ കോൺസെൻട്രേഷൻ. ദെൻ T എന്തായിരിക്കും? ടെമ്പറേച്ചർ. ഇപ്പൊ കോമൺലി നമ്മൾ ഇരിക്കുന്ന ഡെറിവേഷനിൽ അല്ലെങ്കിൽ ഇക്വേഷനൊക്കെ T യൂസ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻ കെൽവിൻ ആയിരിക്കും. അപ്പൊ കെൽവിൻ ആണ് ഓർത്തിരിക്കുക. കോമൺലി റൂം ടെമ്പറേച്ചർ ആണ് എപ്പോഴും ഡിഫൈൻ ചെയ്യാറുള്ളത്. റൂം ടെമ്പറേച്ചർ മീൻസ് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് 300 കെൽവിൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ വേരിയബിൾ ഒന്ന് മനസ്സിലാക്കി ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ലോ ഡിഫൈൻ ചെയ്യാൻ പോണേ. അടുത്ത ലോയിലേക്ക് പോവാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്. ഇത്രയുള്ള ലോ, N into P is equal to Na square. സിമ്പിൾ ലോ, N into P equal to Na square. ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലാതെ വേറെ ഒരു എനർജി അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഒരു എക്സ്ട്രാ സപ്ലൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നില്ല, എക്സ്ട്രാ ലൈറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഒരു ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. അണ്ടർ തെർമൽ ഇക്വിലിബ്രിയം, the product of electron and hole concentration is a constant for a particular material at a particular temperature, irrespective of the doping concentration. ഇൻട്രിൻസിക് ആണെങ്കിലും N ടൈപ്പ് ആണെങ്കിലും P ടൈപ്പ് ആണെങ്കിലും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. ആ പറഞ്ഞ ലോ ആണ് മാസ് ആക്ഷൻ ലോ. ദാറ്റ് ഈസ് N into P is equal to Na square. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്. സോ ഈ ലോ ബേസ് ചെയ്ത് നമുക്ക് ഇലക്ട്രോണിന്റെയും ഹോൾ കോൺസെൻട്രേഷന്റെയും ഇക്വേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് അത് എളുപ്പമാണ്. നോക്കി, ഇൻട്രിൻസിക് ആണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്താ? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ സെയിം ആസ് ഇൻട്രിൻസിക് ആണ്. കാരണം എന്താ? ഇൻട്രിൻസിക് മീൻസ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു ഹോൾ കോൺസെൻട്രേഷൻ. ദാറ്റ് ഇസ് സെയിം ആസ് വി ക്യാൻ ജനറലി കോൾ ഇറ്റ് ആസ് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. നമ്മുടെ N0 equal to Na എന്ന് പറയാം, P0 equal to Na എന്ന് പറയാം. അടുത്ത എന്താണ്? N ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലേ? N ടൈപ്പിലേക്ക് ആരാ ആഡ് ചെയ്തത്? ആലോചിച്ച് നോക്കി.
നമ്മൾ പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാ ഡോണർ ആറ്റം. അത് ഓർത്തിരിക്കണ്ടോ? ഡോണർ ആറ്റം എന്ന് പറയാൻ കാരണം എന്തുവാ? ആ പറയുന്ന പെൻഡാവാലിൻ ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്തുകൊണ്ടാണ് എക്സ്ട്രാ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തത്. അതാണ് ഡോണർ ആറ്റം എന്ന് വരാൻ കാരണം. അപ്പൊ ഡോണർ ആറ്റം എന്താണ്? എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. സോ ഡോണർ ആറ്റമാണ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ എത്ര നമുക്ക് ആലോചിച്ച് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഡോണർ ആറ്റം ആഡ് ചെയ്യുമ്പോൾ കുറെ ഇലക്ട്രോൺസ് വരാതെ നിൽക്കുകയല്ലേ ചെയ്യണേ? ഫ്രീ ആയിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാലോ. അപ്പോൾ ഈ പറയുന്ന ഗ്രൗണ്ടിൽ വരുന്ന ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷന്റെ മജോറിറ്റി കോൺട്രിബ്യൂഷൻ ആരായിരിക്കും? ഈ ആഡ് ചെയ്യുന്ന ഡോണർ ആറ്റം ആയിരിക്കും. സോ അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ ഡോണർ ആറ്റം കോൺസെൻട്രേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അവർ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ. നമ്മൾ അങ്ങനെയാണ് N0 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ND എന്ന് പറയാൻ കാരണം. ഈ സെയിം ലോജിക് പി ടൈപ്പിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെയാ? പി ടൈപ്പിന്റെ കേസ് എന്തായിരിക്കും? ദ ഹോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു NE എന്ന് പറയാം. എന്ന് വെച്ചാൽ ക്ലാസ്സിൽ വേക്കൻസി കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ഇമ്പ്യൂരിറ്റി ആറ്റം ആണ്. അതിനാണ് P0 ഈക്വൽ ടു NE എന്ന് പറയാൻ കാരണം. ഇവിടെ ഇമ്പ്യൂരിറ്റി ആറ്റം വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റർ ആറ്റം. എന്തുകൊണ്ടാ? അതൊരു വേക്കന്റ് ചെയർ ആണ് ആഡ് ചെയ്ത്. ആ വേക്കന്റ് ചെയറിന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് വന്ന് ഇരിക്കാൻ പറ്റും. അതാണ് നമ്മൾ NE എന്ന് പറയാൻ കാരണം. ക്ലിയർ അല്ലേ? അപ്പൊ എൻ ടൈപ്പിന്റെ കേസിൽ നോക്കി N0 ND എന്ന് എഴുതിയില്ലേ? അങ്ങനെയാണ് P0 ഇക്വേഷൻ എന്തായിരിക്കും? നമ്മുടെ മാസ് ആക്ഷൻ ലോ യൂസ് ചെയ്യാം. നോക്കി, ഈ മാസ് ആക്ഷൻ ലോ അനുസരിച്ച് പിയുടെ ഇക്വേഷൻ P അല്ലെങ്കിൽ P0 എന്തായിരിക്കും? Ni² ഡിവൈഡഡ് ബൈ N0 ആയിരിക്കില്ലേ? Ni² ഡിവൈഡഡ് ബൈ N0. നമുക്ക് N0 വെച്ച് റീപ്ലേസ് ചെയ്യാം, ND വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇക്വേഷൻ എന്തായി? P0 ഈസ് ഈക്വൽ ടു Ni² ബൈ ND. ദ സെയിം രീതി നോക്കി നമുക്ക് പി ടേബിൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആലോചിച്ച് നോക്കി, പി ടേബിൾ എന്ത് ഇക്വേഷൻ എന്താ? പി ടേബിൾ നമ്മൾ P0 എഴുതി വെച്ചു. ഹോൾ കോൺസെൻട്രേഷൻ നമുക്കറിയാം. ഇനി ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? N0 ഈസ് ഈക്വൽ ടു അഗൈൻ Ni² ഡിവൈഡഡ് ബൈ P0 എന്ന് എഴുതാലോ. P0 എന്താണ്? Na അല്ലേ? ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ ഈ പറഞ്ഞ ഇത് വരും, Na² ബൈ Na. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മാസ് ആക്ഷനിലോ സ്കിപ്പ് ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ഇത്ര നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.